വാർത്താ ഏജൻസിയായ UNAയുടെ ഡൽഹിയിലെ ഓഫീസ് ബലമായി ഒഴിപ്പിച്ചതാണ് ആരോപണം. റാഫി മാർഗിലെ ഓഫീസാണ് പോലീസ് ഇന്ന് വൈകിട്ട് ഒഴിപ്പിച്ചത്. സ്ത്രീകളടക്കമുള്ള ജീവനക്കാരെ പോലീസ് മർദ്ദിച്ചുവെന്നും ആരോപണമുണ്ട്. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ഒരിക്കൽ കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അർജുൻ, എന്താണ് സംഭവിച്ചത്? എന്താണ് ഇങ്ങനെ ഇവരെ ഒഴിപ്പിക്കാനുള്ള കാരണമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ? ഗൂഗിൾ പ്രവിധ ഇന്ന് വൈകിട്ടാണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ എന്ന വാർത്താ ഏജൻസിയുടെ ഡൽഹി റാഫി മാർഗിലെ ഓഫീസ് ഡൽഹി പോലീസ് ഒഴിപ്പിച്ചത്. ഇത് ബലമായി ഒഴിപ്പിച്ചു എന്നുള്ള പരാതിയാണ് സ്റ്റേറ്റ്സ്മാൻ, അതായത് UNAയുടെ ഉടമസ്ഥരായിട്ടുള്ള സ്റ്റേറ്റ്സ്മാൻ ദിനപത്രം ഇപ്പോൾ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് നൽകിയിട്ടുള്ള ഒരു ഭൂമി ഏറ്റെടുക്കൽ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എന്തായാലും ഈ ഓഫീസ് ഒഴിപ്പിച്ചിരിക്കുന്നത്. അതായത് റാഫി മാർഗിലെ ഈ പറയുന്ന യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസ് നിന്നിരുന്ന ഇടം നേരത്തെ തന്നെ അവർക്ക് വലിയൊരു ഓഫീസ്, ഒരു ആസ്ഥാനം പണിയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നതായിരുന്നു. എന്നാൽ നിരവധി സമയം കഴിഞ്ഞിട്ടും ഈ പറയുന്ന ആസ്ഥാനം പണിയാൻ സാധിച്ചിരുന്നില്ല. അത്തരത്തിൽ ഈ കരാറിലടക്കം വലിയ തോതിൽ വീഴ്ചകൾ വരുത്തി എന്നുള്ള കാര്യം തന്നെയാണ് ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ UNA പറയുന്നത് അവരുടെ പക്കൽ കൃത്യമായിട്ടുള്ള പണമോ മറ്റ് സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഓഫീസും ആസ്ഥാനവും പണിയാൻ സാധിച്ചില്ല എന്നുള്ളൊരു മറുവാദവും ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ഡൽഹി ഹൈക്കോടതി അടക്കം UNA സമീപിച്ചതാണ്. ആ ഹർജിയും പക്ഷേ ഹൈക്കോടതി തള്ളി. അതിന് പിന്നാലെയാണ് ഡൽഹി പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ ഓഫീസ് ഒഴിപ്പിക്കുന്ന നടപടിയിലേക്ക് കടന്നത്. ഇതിലിപ്പോൾ UNA ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം, അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് അവരുടെ സാധന സാമഗ്രികൾ ഒന്നും തന്നെ എടുത്തുകൊണ്ടു പോകാനോ മറ്റുള്ള ഇടങ്ങളിലേക്ക് മാറ്റിവെക്കാനോ ഉള്ള സാവകാശം പോലും നൽകിയില്ല. പെട്ടെന്ന് പോലീസ് കയറി വരികയും അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാം തന്നെ ഭീഷണിപ്പെടുത്തി പുറത്താക്കി ഒഴിപ്പിച്ചു എന്നുള്ള കാര്യം കൂടിയായിരുന്നു. ഒപ്പം തന്നെ ചില മാധ്യമപ്രവർത്തകരോട് പ്രതിഷേധിക്കുകയുണ്ടായി. അവരെല്ലാം തന്നെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കി വനിതാ ജീവനക്കാരെ അടക്കം മർദ്ദിച്ചു എന്നുള്ള ആരോപണം കൂടിയാണ് ഇപ്പോൾ എന്തായാലും ഈ മാധ്യമപ്രവർത്തകർ, UNAയിലെ മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇക്കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് അവർ പുറത്ത് പ്രതിഷേധവും നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ പ്രദേശത്ത് ചെറിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റാഫി മാർഗ് പ്രദേശം ഇപ്പോൾ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. അവിടെ കടുത്ത രീതിയിലുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ. ശരി, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.